ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നൊരു ഷോർട്ട് കണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കൊച്ചു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരാൾ ഷോർട്ടിലിങ്ങനെ പറയുന്നു, എന്താണ് ഭാരത യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ അടുത്ത് നിന്ന് ദ്വാരകപുരിയിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് കുന്തിദേവിയോടും മക്കളോടും യാത്ര പറയുമ്പോൾ കുന്തിദേവി പറയുന്നെന്ന്, ഭഗവാനെ ഞങ്ങൾക്ക് കുറച്ച് ആപത്തുകളൊക്കെ തരണേ എന്ന് പറഞ്ഞെന്ന്. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിനി ഭഗവാനെ ഓർക്കാനാണെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം, ഞാനിത് വായിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ വല്ലതും കുന്തിദേവി പറഞ്ഞു ആപത്ത് എന്തിനായിരിക്കും കൊടുക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ഭാഗവതം നോക്കിയപ്പോൾ കുന്തിദേവി ഇങ്ങനെയാണ് പറയുന്നത്. കൃഷ്ണ യാത്ര ഒതുക്കുമ്പോൾ കുന്തിദേവി പറയും, ഭഗവാനെ അങ്ങ് പോയാൽ എൻ്റെ മക്കൾ അന്ധരായി തീരും. അവർക്ക് ഇന്ന് വരെ അവർക്ക് സന്തോഷവും രാജ്യവും ഐശ്വര്യങ്ങളും നേടിക്കൊടുക്കാൻ അങ്ങ് ഒരുപാട് ദുഃഖം സഹിച്ച് ഞങ്ങളുടെ കൂടെ ഇത്ര കാലം ഉണ്ടായിരുന്നു. ഇനി അങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അല്ലെങ്കിൽ തന്നെ മക്കളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ട വേദനയിൽ അവർ ആർക്കും സന്തോഷമില്ല. രാജ്യമൊക്കെ കിട്ടിയതൊക്കെ നിഷ്ഫലമായി പോകും. നമുക്കൊന്നും വേണ്ടായിരുന്നെന്നാണ് ധർമ്മപുത്രർ പറയുന്നത്. അധർമ്മമാണ് നമ്മൾ ചെയ്തത്, അതുകൊണ്ട് അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. അങ്ങും കൂടി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ദുഃഖത്തിലായി പോവും. അതുകൊണ്ട് അങ്ങനെ പോവല്ലേ കൃഷ്ണ, ഞങ്ങളോടൊപ്പം കുറച്ച് നാൾ കൂടി താമസിക്കണേ എന്ന് കുന്തിദേവി കൃഷ്ണനോട് അപേക്ഷിക്കുകയും കൃഷ്ണൻ അവരുടെ അപേക്ഷ സ്വീകരിച്ച് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യും. പിന്നെ ധർമ്മപുത്രർക്ക് ധർമ്മവും അധർമ്മവും എന്താണെന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ഭീഷ്മരോട്, ശരശയിൽ കിടക്കുന്ന മരണാസന്നനായി കിടക്കുന്ന ഭീഷ്മരോട് പറയും, ധർമ്മവും അധർമ്മവും എന്താണെന്ന് ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്, യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഭീഷ്മർ അതെല്ലാം യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുത്ത് ശ്രീകൃഷ്ണനും കൂടെ നിൽക്കുക. കൃഷ്ണൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഭീഷ്മർ ജീവൻ ഉപേക്ഷിച്ച് പോവും, ദേവലോകത്ത് പോവും. പക്ഷേ അതിനുശേഷം കൃഷ്ണനും അർജുനനും ഭീമനും എല്ലാവരും കൂടി പനിമലയിൽ പോയി നിധി എടുത്തുകൊണ്ട് വന്ന് അശ്വമേധയാഗം നടത്തി രാജ്യം സമ്പൽ സമൃദ്ധമാക്കുകയും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെ ജീവിക്കുകയും ധർമ്മപുത്ര രാജ്യഭാരം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും, കാരണം എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും നഷ്ടപ്പെട്ടെങ്കിലും അത് ധർമ്മത്തിന് വേണ്ടി ആയിരുന്നു എന്നൊക്കെ ധർമ്മപുത്രർക്ക് മനസ്സിലാക്കി കൊടുക്കും ഭീഷ്മർ. അപ്പം അതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ശ്രീകൃഷ്ണൻ അവരോട് 4-5 മാസം അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിട്ട് യാത്ര പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അപ്പോൾ കുന്തിദേവിയൊക്കെ സന്തോഷത്തോടെ ഭഗവാനെ യാത്രയാക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് കുറച്ച് ആപത്ത് തരണേ, കൃഷ്ണനെ ഓർക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ദുഃഖം തരണേ, ഇങ്ങനെയൊന്നും കൃഷ്ണനോട് കുന്തിദേവി പറഞ്ഞിട്ടില്ല. ഈ കഥകളൊക്കെ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അത്ഭുതത്തോടെ അത് കേട്ടിരുന്നത്. ആൾക്കാർക്ക് ഞാൻ ഒരാളെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്ന് ഞാൻ കമൻറ്റ് നോക്കി, ഇല്ല. എല്ലാവരും വലിയ സന്തോഷം, അയ്യോ അത്ഭുതത്തോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും ഭാഗവതം എല്ലാവരും വായിക്കണം, എല്ലാ മനുഷ്യരും വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. വളരെ സത്യസന്ധമായി ഈ കിടന്ന് പറയുന്ന ഒന്നുമല്ല ഭാഗവതത്തിലെ കഥകൾ. ഭാഗവതം മാത്രം വായിച്ചാൽ മതി, നമുക്കെല്ലാം മനസ്സിലാകും. അങ്ങനെ എന്തായാലും ഞാൻ ഇത് കുറച്ച് കൊണ്ടുവരും. ഇതിനകത്ത് കീർത്തനം മുതൽ കൊണ്ടുവരണമെന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുക. ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും നിഷ്ഫലമാണ്. പണം കിട്ടാൻ വേണ്ടി ആൾക്കാർ എന്ത് അഭിപ്രായങ്ങളും കാണിക്കും, എന്തും വിളിച്ച് പറയും. അതൊന്നും കേട്ട് ആരും ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഭാഗവതം എടുത്ത് കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈശ്വരനോട് ഒരിക്കലും ആപത്ത് തരണേ, ദുഃഖം തരണേ എന്നൊന്നും പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ഭഗവാനോട് എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് കൃഷ്ണൻ തരിക തന്നെ ചെയ്യും. അതും കൂടെ മനസ്സിൽ ഓർത്ത് വെച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്.